ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഈ ടോക്സിക് റിലേഷൻഷിപ്പുകളെ പറ്റി അതിഥി പറയുന്നുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറണം, അത് നമ്മൾ ധൈര്യപൂർവ്വം ഒരു നിലപാടെടുക്കണം, ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്ന് അതിഥി ദേവുവിനോട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഒരുപാട് പെൺകുട്ടികൾക്ക് വലിയൊരു ബൂസ്റ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പെൺകുട്ടികൾ അതൊരു വിശുദ്ധ പുസ്തകമായി കാണുന്നത് ഞാൻ കരുതുന്നു. സത്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ നോവലിൽ അക്കാര്യം പറയണമെന്ന് തോന്നാൻ കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, എനിക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരിക. ബുക്ക് വായിച്ചു, ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു, അതിത് ഞാൻ തന്നെയാണെന്ന് തോന്നി, ദേവു ഞാനാണ്, അല്ലെങ്കിൽ ആൻറ്റി എനിക്ക് ഭയങ്കര ഫെമിലിയർ ആണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ടെയിലൻറ്റ് പോലെ ചോദിക്കും, ഇത് ചേച്ചിയുടെ കഥയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളുടെ കഥയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളാണ്, പിന്നെ എങ്ങനെയാണ് ഇത് എൻ്റെ മാത്രം കഥയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഇമോഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷേ നമ്മളത് പങ്കുവെക്കുന്ന ആളുകൾ ഡിഫറെൻ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു പ്രണയ സീൻ കാണുമ്പോൾ നമുക്ക് നാണം വരുന്നതും, അല്ലെങ്കിൽ ഒരു ഇമോഷൻ സാധനം വരുമ്പോൾ നമ്മൾ കരയുന്നതൊക്കെ. അപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ വർഷം ഒരു പകുതിയോടെ ഒരു പയ്യൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഗേൾ ഫ്രണ്ടിന് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ചേച്ചിയുടെ ആദ്യത്തെ ബുക്ക് വായിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സൈൻഡ് കോപ്പി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പബ്ലിക്കേഷൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഒരു സൈൻഡ് കോപ്പി അവൻ അയച്ചു കൊടുത്തു. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച വന്നിട്ട് എനിക്കിൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ എന്ത്, ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് പറ്റിയത്? അല്ല, ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഭയങ്കര ടോക്സിക്, അതുകൊണ്ട് ഇത് മുന്നോട്ട് പോയില്ല എന്ന്. ഞാൻ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് എന്ത് പറയണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ല ചേച്ചി ഒന്നും പറ, ഞാൻ ടോക്സിക് അല്ല, ചേച്ചി എഴുതിയൊന്നും ശരിയല്ല, അത് വെറും പുസ്തകമാണെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ അതൊക്കെ അയച്ചോ. അപ്പോൾ ഇതിപ്പോൾ തലയിലായല്ലോ. അപ്പോൾ ഞാൻ മെസ്സേജ് ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താ ഇങ്ങനെ പറയുന്നു, ബുക്കുകാരനും ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറയണു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അതിൽ എഴുതിയതൊക്കെ കറക്റ്റാണ്, അവൻ എന്നെ വേറൊരാളടുത്ത് സംസാരിക്കാൻ വിടില്ല, അവൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് വേണം, ഇൻസ്റ്റയുടെ പാസ്വേഡ് വേണം, ഞാനിടുന്ന ഡ്രസ്സിൽ അവൻ അഭിപ്രായമുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ അറ്റാച്ച്ഡ് ആവുന്ന അവന് ഇഷ്ടമില്ല, അപ്പോൾ ഇതൊക്കെ ടോക്സിക് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടോക്സിക് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ആൺകുട്ടികളെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ ആ രീതിയിലാണ് ട്രെയിൻഡ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മുന്നേ ഉള്ള തലമുറ എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ ട്രീറ്റ് ചെയ്യുന്നത്, അത് കണ്ടിട്ടാണ് നമ്മളും വളരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നിൻ്റെ ജനറേഷൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അവർ കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്യാൻ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മളെടുത്ത് ഇത്രയും കാലം പറഞ്ഞിട്ടുള്ളത്, പെൺകുട്ടികളായാലും ഇങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ ആൺകുട്ടികൾ കരയാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പഠിച്ച കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് അൺലേൺ ചെയ്യാനുള്ളൊരു ആ ഒരു ധൈര്യം ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അത് ടോക്സിക് ആണെന്ന് മനസ്സിലാവുന്ന സമയത്ത് അവർ പോലും അറിയാതെ ചെയ്യുന്ന ആക്ഷൻസ് ആണെങ്കിൽ ഇരുന്ന് സംസാരിച്ചത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടെ ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പം ഇന്നലെ രാത്രി എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്, ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ആൺകുട്ടി ഭർത്താവ് കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി മരിച്ചൊരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഒരു കുട്ടി മെസ്സേജിൽ പറയാണ്, ഈ ന്യൂസ് കണ്ടായിരുന്നു ചേച്ചി, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളിത് മരിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ ബുക്ക് ഞാൻ അവൾക്ക് വായിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അവളിത് ചെയ്യില്ലായിരുന്നല്ലോ എന്നൊരു തോട്ട് എനിക്കുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരാൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പൂർണ്ണമാവുന്നെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഇപ്പം ഞാനിപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പണ്ടൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, എവിടെ പോകണമെങ്കിലും പറയും കല്യാണം കഴിഞ്ഞിട്ട് പോയിക്കോ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചെറിയ തുണിയൊക്കെ ഇട്ട് നടക്കുമ്പോൾ അമ്മ ചോദിക്കും, നിനക്ക് നാണമില്ലേ, നീ ഇതൊക്കെ ഇട്ട് എവിടെയാണ് പോകുന്നത്? അമ്മ, എൻ്റെ ഭർത്താവിന് കുഴപ്പമില്ലല്ലോ. അമ്മ അങ്ങനെയാണല്ലോ പണ്ട് പറഞ്ഞിട്ടുള്ളത്, പണ്ടും ഞാനത് കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ നിന്ന് എന്തുകൊണ്ട് ആളുകൾ പുറത്തു വരുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പം നമ്മൾ ഈ ന്യൂസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ കുട്ടി ഇത്രയും എന്തിനാണ് അനുഭവിക്കുന്നത്, അവൾക്ക് പുറത്ത് വന്നൂടെ, അവൾക്കിത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ എന്തുകൊണ്ട് ഇറങ്ങി വന്നൂടാന്ന് ചോദിക്കും. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെ മാനിപ്പുലേറ്റീവ് ആയിരിക്കുന്ന കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ഇതാണ് എല്ലാം എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് എടുത്ത് കളയും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് വന്നിട്ട് സോറി പറയും, ഇനി അത് ഉണ്ടാവില്ല എന്ന് ആവർത്തിക്കും. അങ്ങനെ നമ്മൾ ക്ഷമിച്ച് അവസാനം അതിൻ്റെ ഒരു എക്സ്ട്രീം പോയിന്റ് എത്തുന്ന സമയത്താണ് ആളുകൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ നോക്കുന്നതും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ ഒരു ടെൻഡൻസി വരുന്നത്. അപ്പം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കയറി പോകാനുള്ള അതേ ഫ്രീഡം ഇറങ്ങി വരാനും കൂടെ ഉള്ളതായിരിക്കണം. അതൊരിക്കലും ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലുള്ള കടന്നുകയറ്റം ആവാനും പാടില്ല
പാടില്ല എന്നുള്ളത് കൂടെ നമ്മൾ പറഞ്ഞു വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ദേവു എന്നുള്ളൊരു ക്യാരക്ടറിനെ ഞാൻ അവിടെ പ്ലേസ് ചെയ്തത്. അപ്പോൾ ഇത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റിയെന്ന് ചോദിക്കുമ്പം ഞാനും ഇതുപോലുള്ള റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നതിനപ്പുറം ഒരു വരയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ ജീവിച്ചിട്ടുള്ള ഒരു എന്നെ എനിക്കറിയാം. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും, ഞാൻ എങ്ങനെ സഹിച്ചു ആ ദിവസം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കോളേജിൽ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ കോളേജിൽ ആർക്കും നിന്നെ ഇഷ്ടമില്ലാതായിരുന്നു. അപ്പം ഞാനും അത് വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കോളേജ് ഇലക്ഷന് മത്സരിച്ച സമയത്ത് 180 കുട്ടികളുള്ള കോളേജിൽ എനിക്ക് ആകെ കിട്ടിയത് 3 വോട്ടാണ്. ഓക്കെ, അത് ഒരു വോട്ട് ചെയ്തത് ഞാനാണ്, വേറൊരു വോട്ട് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇന്നും ഞാൻ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അജ്ഞാതനായിട്ടുള്ള ഒരു വ്യക്തി, ആ 3ാമത്തെ വോട്ട് ചെയ്തത് ആരാണ്, അത് ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ വെക്കും. അങ്ങനെ എക്സാമ്പിൾസ് വെച്ചിട്ട് കണ്ടോ നിനക്ക് ഇലക്ഷന് വോട്ട് കിട്ടിയോ, നിന്നോട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ, കാരണം നിന്നെ ആർക്കും ഇഷ്ടമില്ല. അപ്പം നമ്മളത് വിശ്വസിക്കും, ശരിയാണ്, അപ്പോൾ നിനക്ക് ഞാനേ ഉള്ളൂ, എൻ്റെ കൂടെ മാത്രമേ നിനക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ആളുകൾ ചുറ്റുമുണ്ടായിട്ടും നമ്മുടെ ലോകം ഒരാളിലോട്ട് മാത്രം ഒതുങ്ങിപ്പോവും. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പുറത്തൊക്കെ പോയിട്ടുള്ള വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, എന്നെ പിക്ക് ചെയ്യുന്ന പറയുമ്പോൾ വിളിക്കാൻ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യവും തുറന്നു പറയാൻ നിങ്ങളെക്കാളും പ്രായത്തിൽ മുതിർന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവണം. ഒരു മനുഷ്യന് ഒരിക്കലും ഒരിടം മാത്രം പോരാ, അവന് മനസ്സ് തുറക്കാനും അല്ലെങ്കിൽ സൗഹൃദങ്ങളായിട്ടും ഒരുപാട് ഇടങ്ങൾ ആവശ്യമുണ്ട്. ആ ഇടങ്ങൾ ഇല്ലാതാവുന്നതാണ് ആളുകൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്നതെന്ന്. അപ്പോൾ ഈ ബുക്കിൽ ഞാനത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ബ്രേക്കപ്പ് സ്റ്റോറീസ് വന്നിട്ടുണ്ട്. ഞാനതിൽ ഇടപെട്ടില്ല, കാരണം ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഒരുപാട് ആൺകുട്ടികൾക്കും അവർ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു ബോധം ഈ ബുക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആൺകുട്ടി അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ബുക്കിലെ ദേവുവിൻ്റെ ക്യാരക്ടർ അമൽ ഞാനാണ്, അമലിനെ പോലെ തന്നെയായിരുന്നു ഞാൻ കുറച്ചെങ്കിലും മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾ എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നുള്ളൂ എന്നുള്ള റിയലൈസേഷനും ആൺകുട്ടികൾക്കുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഈ വിശുദ്ധ പെൺകുട്ടികളുടെ വിശുദ്ധ ബൈബിളായിട്ടൊക്കെ ഇത് കൊണ്ടു നടക്കുന്നതിൽ എനിക്കും ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു.